നമസ്കാരം. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടത് മുന്നണിയിലെ തർക്കം തീർക്കാൻ തിരക്കിട്ട ചർച്ചകൾ. CPIയും കേരള കോൺഗ്രസും മാണി വിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഇരു പാർട്ടികളുമായി CPM നേതൃത്വം പലകുറി ചർച്ചകൾ നടത്തിയെങ്കിലും സമവായമായില്ല. തിങ്കളാഴ്ച ഇടതു മുന്നണി യോഗം ചേരുന്നുണ്ട്. അതിനു മുൻപ് ധാരണയാകുമെന്നാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ വെള്ളിയാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യവും ചർച്ചയായി. ജൂൺ 25 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 13 വരെയാണ്. LDFിൽ തർക്കം മുറുകുമ്പോൾ UDFിൽ പ്രശ്നങ്ങളില്ല. അവർക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് മുസ്ലിം ലീഗിനെന്നാണ് നേരത്തെയുള്ള ധാരണ. ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ 2 എണ്ണമാണ് ഇടതു മുന്നണിക്ക് ജയിക്കാൻ കഴിയുക. ഒന്ന് തങ്ങൾക്ക്, രണ്ടാമത്തേത് ഘടക കക്ഷികൾക്ക് എന്നതാണ് CPM നിലപാട്. പകരം പദവി എന്ന നിർദ്ദേശം CPM മുന്നോട്ട് വെച്ചുവെങ്കിലും ജോസ് കെ മാണി അത് സ്വീകാര്യമല്ല. ക്യാബിനറ്റ് പദവിയോടെ ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാൻ പദവിയാണ് ഓഫർ. രാജ്യസഭാ സീറ്റ് തന്നെ വേണമെന്നാണ് ജോസിന്റെ ഉറച്ച നിലപാട്. മുന്നണിയിൽ രണ്ടാം കക്ഷി എന്ന നിലയിൽ സീറ്റിന് അർഹത തങ്ങൾക്കാണെന്ന് CPI വാദിക്കുന്നു. ജോസിന് നൽകണമെന്ന നിർബന്ധമെങ്കിൽ CPMന്റെ സീറ്റ് നൽകിക്കോളൂ എന്നാണ് ഉഭയകക്ഷി ചർച്ചയിൽ CPI തുറന്നടിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ഉൾപ്പെടെ വോട്ട് വിഹിതം വർദ്ധിച്ചത്, നിയമസഭയിൽ 17 MLAമാരുടെ ബലം എന്നിവരൊക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം UDFിൽ നിന്ന് വന്നപ്പോൾ കൈവശ രാജ്യസഭാ സീറ്റ് പോലും ഇല്ലാതാകുന്ന സാഹചര്യം അംഗീകരിക്കാനാകില്ലെന്ന് കേരള കോൺഗ്രസിന്റെ പക്ഷം. രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞതോടെ ജോസ് കെ മാണിക്ക് പാർലമെന്ററി പദവി ഇല്ലാത്തത് അവരെ അലട്ടുന്നുണ്ട്. LDFിൽ ചേർന്നതിന് പിന്നാലെ പാലാ നിയമസഭാ മണ്ഡലവും പിന്നാലെ കോട്ടയം ലോക്സഭാ സീറ്റും നഷ്ടമായതോടെ പാർട്ടി അടിത്തറ ദുർബലമാവുകയാണെന്ന ആശങ്കയും അവർക്കുണ്ട്. അപ്പോൾ ആലോചനയില്ലെങ്കിലും സാഹചര്യം ഒത്തുവന്നാൽ മുന്നണി മാറ്റം ഉൾപ്പെടെ ചർച്ചയാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അത് തിരിച്ചറിയുന്ന CPM ജോസിനെ പിണക്കാതെയുള്ള പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. CPIക്കും കേരള കോൺഗ്രസ് മാണിക്കും പുറമെ ശ്രേയാംസ് കുമാറിന് വേണ്ടി സീറ്റ് ആവശ്യപ്പെട്ട് RJDയും രംഗത്തുണ്ട്. മന്ത്രിസഭ പുനഃസംഘടനയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് KP മോഹനന് വേണ്ടി മന്ത്രി പദവിയും RJD അവകാശവാദം ഉന്നയിച്ചു. LDFിൽ RJDക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന സംസ്ഥാന കമ്മിറ്റി, RJDക്ക് രാജ്യസഭാ സീറ്റ് അനുവദിക്കണമെന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. തിങ്കളാഴ്ച ചേരുന്ന LDF യോഗത്തിൽ രാജ്യസഭാ സീറ്റ് തിരിച്ചു തരണമെന്നും ആവശ്യപ്പെടും. മന്ത്രിസഭയിൽ ഒഴിവ് വന്ന സ്ഥാനത്തേക്ക് പാർട്ടി MLA ആയ KP മോഹനനെ പരിഗണിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കും. 3 വർഷം കൊണ്ട് LDF വോട്ട് വിഹിതം 45% നിന്ന് 35% കുറഞ്ഞെന്ന് RJD ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം ഗൗരവമായി പരിശോധിക്കണം. ഭരണപരമായ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. LDF യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് RJDയുടെ പ്രതീക്ഷ. ഘടക കക്ഷികളുമായി സീറ്റ് പങ്കുവയ്ക്കാൻ CPM തയ്യാറാകണമെന്നും RJD ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ തമിഴ്നാട് മാതൃക പിന്തുടരണം. LDF RJDയെ അവഗണിക്കുന്നെന്ന പ്രതീതി പ്രവർത്തകരിലുമുണ്ടെന്ന് നേതൃത്വ യോഗം വിലയിരുത്തി. അതേസമയം ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും മുന്നണി വിടില്ലെന്ന് വർഗീസ് ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ എന്തു വേണമെന്ന കാര്യം പിന്നീട് ചർച്ചയ്ക്ക് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.